എല്ലാവർക്കും AS എഡ്യൂസോണിലേക്ക് സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള PSC ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 567/2025 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് January 14 ആണ്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി ചെയ്യുക. ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് LSGD ആണ്. 3rd ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ 3rd ഗ്രേഡ് ഓവർസിയർ ആണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ 26,500 തൊട്ട് 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് ആണ് കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് അനുസരിച്ച് റിലാക്സേഷൻ വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ SSLC അതല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിലേതെങ്കിലും ഒന്നും കൂടെ പ്രോസസ്സ് ചെയ്തിരിക്കണം. ഈ ഒരു പോസ്റ്റ് ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും BTechകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റിന് പ്രീവിയസ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇക്വലൻസി ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, KGCE സിവിൽ എഞ്ചിനീയറിങ്ങിന് ഇത്രയും VHSC, VHSC, ITI, ITC, NIC, BTech, BE, പോളിടെക്നിക് ഡിപ്ലോമ ഇതെല്ലാം തന്നെ ഹയർ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. ഡിപ്ലോമയ്ക്ക് BTech, BE, AM, IE ഇതെല്ലാം തന്നെ ഇക്വലൻ്റ് ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അടുത്ത കാറ്റഗറി നമ്പർ 537/2025 ആണ്. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് January 14 ആണ് വരുന്നത്. ഇത് BTechകാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ്. അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻസ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അടുത്ത കാറ്റഗറി നമ്പർ 538/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് January 14 ആണ്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് പോസ്റ്റ് വരുന്നത്. ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് എന്ന് വരുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടെയും സ്കെയിൽ ഓഫ് പേ സെയിം തന്നെയാണ്. 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ഓക്കെ, അടുത്ത കാറ്റഗറി നമ്പർ 548/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് January 14 ആണ് വരുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസി 1 ആണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. ഇത് സിവിൽ ആൻഡ് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാം. അടുത്ത കാറ്റഗറി നമ്പർ 582/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ എന്ന് പറയുന്നത് January 14 ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫോർമാൻ ആണ്. ഫുഡ് വർക്ക്ഷോപ്പിൽ ഫോർമാൻ ആണ് വരുന്നത്. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് നെയിം ഓഫ് ഫെയിം. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു NCA നോട്ടിഫിക്കേഷൻ ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഈഴവ, തീയ, ബില്ലയ കമ്മ്യൂണിറ്റിയിലുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രി, അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. വുഡ് വർക്ക്ഷോപ്പിൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും.
അടുത്ത കാറ്റഗറി നമ്പർ 724/2025 ആണ് വരുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4 ആണ് വരുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രാസ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ ആണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പ്രീവിയസ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗും BE സിവിൽ എഞ്ചിനീയറിംഗും ആണ്. അടുത്ത കാറ്റഗറി നമ്പർ 706/2025 ആണ്. ഇവിടെയും ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4 ആണ്. കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. 53,900 തൊട്ട് 1,18,100 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ സിവിൽ മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ പാസ് ഇൻ സെക്ഷൻസ് A and B ഓഫ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ കെമിക്കൽ മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അടുത്ത കാറ്റഗറി നമ്പർ 696/2025 ആണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4, 2026 ആണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 തൊട്ട് 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. മെത്തേഡും ഏജ് ലിമിറ്റും കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്കോ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇക്വലൻസി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത കാറ്റഗറി നമ്പർ 638/2025. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് February 4 തന്നെയാണ്. PWDയിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ഡ്രാസ്മാൻ ആണ് നെയിം ഓഫ് പോസ്റ്റ്. ഇത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്കെയിൽ ഓഫ് പേയും വേക്കൻസിയും കാണിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST കാൻഡിഡേറ്റ്സിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അതിൻ്റെ ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അടുത്ത കാറ്റഗറി നമ്പർ 882/2025 ആണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4 ആണ്. ഓവർസിയർ ഗ്രേഡ് 2 സിവിലാണ് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയാണ്. സാലറി എന്ന് പറയുന്നത് 31,100 തൊട്ട് 66,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഏജ് ലിമിറ്റും ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നുള്ളത് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ SSLC. അതിൻ്റെ കൂടെ തന്നെ ഇതിലേതെങ്കിലും ഒന്ന് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത കാറ്റഗറി നമ്പർ 633/2025 ആണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4 ആണ്. LSTDയിൽ ട്രേസർ ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 തൊട്ട് 60,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ആണ് വരുന്നത്. തൃശ്ശൂർ 2, വയനാട് 1 ആണ് ഈ ഒരു കാറ്റഗറി വൈസ് ഇപ്പോഴുള്ള വേക്കൻസി എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഏജ് ലിമിറ്റും ആണ് കാണിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് നേരത്തെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ KGTEക്ക് ITI, STC, പോളിടെക്നിക് ഡിപ്ലോമ, BTech,
സിവിൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാം തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 775/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ എന്ന് പറയുന്നത് February 4 ആണ്. ട്രേസർ ഇൻ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് ആപ്ലിക്കേഷൻ ആണ്. കോഴിക്കോട് 1 വേക്കൻസി ആണ് നിലവിലുള്ളത്. ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, SSLCയുടെ കൂടെ തന്നെ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പോസ്റ്റിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ്റെ ടാബുലാർ കോളമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത കാറ്റഗറി നമ്പർ 725/2025. ഇതും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് February 4 ആണ്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ട്രോട്സ്മാൻ സിവിലാണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ 1 അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഏജ് ലിമിറ്റും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് വേണം. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഇൻ എ ലൈൻ, തുടർച്ചയായ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത കാറ്റഗറി നമ്പർ 885/2025. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് February 4 ആണ്. ട്രേഡ്സ്മാൻ മേസണറി ആണ് നെയിം ഓഫ് പോസ്റ്റ്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസി സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 3 വേക്കൻസിയാണ് ഉള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റും ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും കാണിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രേഡും, അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻസി, അതിൻ്റെ കൂടെ തന്നെ NTC അതായത് ITI കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത കാറ്റഗറി നമ്പർ 878/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ എന്ന് പറയുന്നത് February 4 ആണ്. PWDയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വരുന്നത്. സ്കെയിൽ ഓഫ് പേയും കാണിച്ചിട്ടുണ്ട്. ടിൽ നൗ ഇത്രയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻസ്. ചില പോസ്റ്റുകൾക്കൊക്കെ വേക്കൻസി വളരെ കുറവാണ്. എന്നാലും ഒരിക്കലും വേക്കൻസി നോക്കി പഠിക്കാൻ ഇരിക്കരുത്. കാരണം മുന്നേ ഉള്ള എക്സാമുകൾ നോക്കി അറിയാം. നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള വേക്കൻസിയും അതുപോലെ തന്നെ എത്ര അഡ്വൈസ് പോയെന്നും നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.